മാത്രമല്ല, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ളൊരു മനസ്സ് നമുക്ക് വേണമെന്നും അത് വളരെ ഏറെ മൂല്യമേറിയതാണെന്നും ദൈവം നമ്മോട് ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നു. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ഇന്നും പരിപാലിക്കുന്നു. അതിനാൽ നാമും ദയാശീലരായി ദൈവത്തിൻ്റെ പാത പിന്തുടർന്ന് മറ്റുള്ളവരോട് ക്ഷമിച്ച് മുന്നേറണം. നാം ക്ഷമിച്ചാൽ നമുക്കും ക്ഷമ ലഭിക്കും എന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നതാണ്. മത്തായി 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇതിന് ഉദാഹരണം തന്നെയാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നത്. ക്രൂശിലെ മൊഴികളെ നാം ധ്യാനിക്കുമ്പോൾ ക്രൂശ് നമ്മുടെ തെറ്റുകളെയും പാപങ്ങളെയും ചൂണ്ടിക്കാണിച്ച് ദൈവസ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. നമ്മുടെ പാപം തന്നെയാണ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ഘടകമായത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ അതിരില്ലാത്ത സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യാഗത്തേക്കാൾ ദൈവം പ്രസാദിക്കുന്നത് പരസ്പരം സ്നേഹിക്കുവാനുള്ള മനസ്സിനെ തന്നെയാണ്. മത്തായി 6-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ ക്ഷമയെക്കുറിച്ച് പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നാം ക്ഷമയുടെ പാതയിലൂടെ പോയാൽ മറ്റുള്ളവരും നമ്മോട് ക്ഷമ കാണിക്കും. അതിനാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ആയിരിക്കണമെന്ന് ദൈവം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. സ്വന്തം വേദനയുടെ ഇടയിലും യേശു മറ്റുള്ളവർക്കായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഇന്നത്തെ പുതുതലമുറ ലഹരിയുടെയും മറ്റ് വിപത്തുകളുടെയും പിന്നാലെ സഞ്ചരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ക്ഷമയില്ലായ്മ തന്നെയാണ്. മക്കളും മാതാപിതാക്കളും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ സാഹോദര്യ ബന്ധത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും കാരണം ക്ഷമയില്ലായ്മ തന്നെയാണ്. എന്നാൽ പ്രിയരെ, നാം ഓരോരുത്തരും ക്ഷമയുള്ളവരായി ക്രിസ്തുവിൻ്റെ പോലെ ക്ഷമയുള്ളവരായി നാം മറ്റുള്ളവർക്ക് മാതൃകയായി തീരേണ്ടവരാണ്. എന്നാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ അനുയായികളായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. ക്ഷമ നമ്മിൽ വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നു, പ്രത്യാശയുടെ മാർഗം വർദ്ധിപ്പിക്കുന്നു. ആയതിനാൽ കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ പോലും നാമും ക്ഷമയുള്ളവരായി തീരാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. 141-ാമത്തെ പാട്ടിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ശരണമാലപയും അതിനുശേഷം 2-ാമത്തെ മൊഴി ശ്രദ്ധിക്കാം.